ശ്രീ ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഓരോ സംഘടനയ്ക്കും അവരുടെ ബൈലോയും അവരുടെ സംസ്കാരവും റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതുമാത്രമാണ് NSSന്റെ നേതാവ് ബഹുമാനായ സുകുമാരൻ നായർ അവിടെ ചെയ്തത്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായാലും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ ഒരു അനുവാദം വാങ്ങി വേണം അവിടെ വരേണ്ടുള്ളത്. കാരണം പ്രസിഡന്റിനോട് അതൊരു അദ്ദേഹത്തിന്റെ വീട്ടിലല്ല വരുന്നത്. ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിൽ കടന്നു വരുമ്പോൾ ഓടിച്ചാടി അല്ല, അവര് വഹിക്കുന്ന ഓരോ പോസ്റ്റുകളുണ്ട്. ഉപരാഷ്ട്രപതി ആയാലും ഇപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും ഒക്കെ അത് NSSന്റെ നേതാവ് സുകുമാരൻ നായർ അത് പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്ന്, ഒരു Z+ കാറ്റഗറി ഉള്ള ഒരാളാണ് നമ്മളുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹം വരുന്നതിന് മുമ്പൊന്ന് അറിയിക്കേണ്ട ഒരു സാമാന്യം ഒരു യുക്തിയുണ്ട്, ഒരു ഇതുണ്ട്. അത് അറിയിച്ചില്ലെന്നാണ് ബഹുമാനായ സുകുമാരൻ നായർ പറയുന്നത്. രണ്ട്, ഇവരൊക്കെ വരുമ്പോ തന്നെ ഈ പറയുന്ന കണക്ക് VVIPകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പറയുന്ന പട്ടിയൊക്കെ അവിടെ വന്ന് കയറും. അവരത്ര പരിപാലനമായി നോക്കി വച്ചിരിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പെർമിഷൻ കൊടുത്തു കാണത്തില്ല. അതിന് അദ്ദേഹത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ BJPക്ക് ഇതിനകത്തൊരു കൃത്യം അജണ്ടയുണ്ട്. അവര് വിചാരിക്കുന്നത് ഇത് BNSS എന്ന ആളാണ്, അതായത് BJP നായർ സർവീസ് സംഘം എന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. ഇതിനകത്ത് BJP കുറേ നാളായി പല രീതിയിലും ഇതിനെ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഈ BJPയുടെ വിചാരം എല്ലാ ഹിന്ദുക്കളും അങ്ങ് BJP ആണ്, എല്ലാ ഹൈന്ദവ സംഘടനകളും BJP പറയുന്നത് കേൾക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നട്ടലുള്ള ചില ആളുകളുണ്ട്. ഞാൻ ഇതിനകത്ത് വ്യക്തമായി പറയുന്നു, സുകുമാരൻ നായർക്ക് നിലപാടുള്ള ആളാണ്. ഇപ്പോഴും അവർ സമദൂരമാണെന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. കോൺഗ്രസ്സുകാരനായ ബിനോയ് ഇങ്ങനെ സുകുമാരൻ നായരെ പുകഴ്ത്തുമ്പോൾ നിങ്ങളുടെ അന്നത്തെ നേതാവും ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ VD സതീശനെതിരെ അതിരൂക്ഷമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ആളാണ് ഈ സുകുമാരൻ നായർ. അന്ന് VD സതീശന് വേണ്ടി ഒന്ന് നാവനക്കാൻ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരെ ഒരു 2 വരി പറയാൻ അമ്പിയറുള്ള ആരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് ബഹുമാന്യനായ ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പിന്നെ VD സതീശനെ പോലെ ഒരു നേതാവിനെതിരെ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം എനിക്ക് വോട്ട് പോകുമ്പോൾ സുകുമാരൻ നായരെ പിണക്കിയാൽ എനിക്ക് എന്തോ നഷ്ടം വരുമോന്ന് പേടിച്ച് അന്നേരം സുകുമാരൻ നായരായിരുന്നു അവർക്ക് VD സതീശനേക്കാൾ പ്രിയപ്പെട്ട നേതാവ്. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ് പിന്നെ അങ്ങനെ വ്യാഖ്യാനിക്കാനല്ല? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ബിനോയോട്, കേരളത്തിലെ CPMന്റെ നേതാക്കൾക്കെതിരെ ആരെങ്കിലും ആയിരുന്നു സുകുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ CPMന്റെ റാങ്ക് ആൻഡ് ഫയൽ താഴെ മുതൽ മുകളിൽ വരെ സുകുമാരൻ നായർക്കെതിരെ സംസാരിക്കില്ലായിരുന്നു? ഒരാൾ പോലും സംസാരിക്കാൻ ഉണ്ടായില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞ അത് പൊതുവായിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഒരു അദ്ദേഹം പറഞ്ഞു ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങിയുള്ള വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം നടത്തി. അതിൽ പാർട്ടി ഇടപെടണ്ട എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിശാലമായ മനസ്സ് ബിനോയ്. ഒരു നേതാവിനെതിരെ ഒരു സമുദായ നേതാവ് പറയുമ്പോൾ സമുദായ നേതാവിന് മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്ന നേതാക്കൾ, ആ നേതാക്കൾ എന്നിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഇത് BJP ഹൈജാക്ക് പല പ്രാവശ്യമായി. അല്ല കിരൺ, അതെന്താ ഞാൻ പറയട്ടെ അതിനെക്കുറിച്ച്. അല്ല, അത് ശരി, ഞാൻ സമ്മതിക്കുന്നു. BJP ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതിന് സുകുമാരൻ നായർ നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളതും സമ്മതിക്കുന്നു. അല്ല, ഞാൻ അയാളുടെ അദ്ദേഹത്തിന്റെ ആ പോസിറ്റീവായിട്ടുള്ള സൈഡ് ഇപ്പോഴും ഞാൻ പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ള സൈഡ് BJPയുടെ ഇത് ഉപരാഷ്ട്രീയ പദവിയിലുള്ള ആളുകൾ വരെ വന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സമദൂരമാണ്, അതുകൊണ്ട് BJP, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ BJP ഇപ്പുറത്തൊരു BJNSS ചേർക്കാൻ വേണ്ടി അവർ നടക്കുന്നു. അതല്ല എന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.